യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, വാഹന ഷോറൂമിലെ സീനിയർ സെയിൽസ്മാൻ, സീനിയർ മാനേജർ. പേര് ബിനു. കൊല്ലത്ത് നെടുമ്പനയാണ് സ്വദേശം. അദ്ദേഹത്തിന്റെ ജീവൻ കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ വെച്ച് നഷ്ടമായിരുന്നു. വളരെ വേദനാജനകമായ സംഭവം. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടുന്നതിനിടയിൽ, രക്ഷാപ്രവർത്തനത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട് ബിനു എന്ന ചെറുപ്പക്കാരനും മരിച്ചുപോകുന്നു. ഇത് ഏറെ സങ്കടകരമാണ്. ബിനുവിന്റെ അമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ, ആ ബിനു എന്ന മകനിലൂടെയാണ് അമ്മ ലോകം കണ്ടിരുന്നത്. എപ്പോഴും യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ എവിടെ യാത്ര പോയാലും അവിടെ നിന്ന് അമ്മയെ വീഡിയോ കോൾ വിളിച്ചിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ മകനിലൂടെ അമ്മയും ആ സ്ഥലങ്ങൾ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നല്ല ഓർമ്മ ബീന എന്ന ബിനുവിന്റെ അമ്മയ്ക്കുണ്ട്. അമ്മ പറയുകയാണ്, ഇനി ഞാൻ എങ്ങനെ ഈ കാഴ്ചകൾ കാണും? മരണത്തിന് തൊട്ടു മുമ്പ്, ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ മകൻ. അമ്മ, ഞങ്ങൾ അരുണാചൽ പ്രദേശിലെത്തി. ഞങ്ങൾ ഒരു തണുത്തുറഞ്ഞ തടാകത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ്, ഐസ് പാളിയിലൂടെ നടക്കുകയാണ്. അമ്മ പറയുന്നുണ്ടാകണം, കരുതൽ വേണം മോനെ, സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ അമ്മയുടെ നെഞ്ച് പിടയുന്നു. അങ്ങനെ അമ്മയും മകനുമുള്ള സംഭാഷണം പുരോഗമിക്കുന്നതിന്റെ അമ്മ ഒരു നിമിഷം അയ്യോ അമ്മ എന്ന് പറഞ്ഞ് പോവുകയാണ്, മുന്നോട്ടോടുകയാണ് മകൻ. കാരണം ആരോ അപകടത്തിൽപ്പെട്ടു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഈ മകൻ സുരക്ഷിതനാണ്, അതുകൊണ്ടാണല്ലോ മുന്നോട്ട് ഓടുന്നത്. എന്നിട്ട് പിന്നീടുള്ള കഥ അറിയുന്നത് വൈകുന്നേരമാണ്. അമ്മ ഇടയ്ക്ക് വിളിച്ചു നോക്കി, മോന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. വൈകുന്നേരം അറിയുമ്പോൾ മകൻ ജീവനറ്റുപോയി, അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന സങ്കടകരമായ വാർത്തയാണ് അമ്മ അറിയുന്നത്. അതേറെ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. ബിനുവും സംഘവും അരുണാചൽ പ്രദേശിലെ തടാകത്തിലൂടെ നടന്ന് പോകുമ്പോൾ ഐസ് കട്ടിക്ക് പുറത്തുകൂടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് ഇത്. എത്രമാത്രം പാളി കട്ടിയുണ്ട്, എവിടെയാണ് തിക്നെസ് കുറവ്, തിന്നായിട്ടുള്ളത്, എവിടെയാണ് അപകട സാധ്യത എന്നൊക്കെ അവിടുത്തെ പ്രാദേശിക ഗൈഡുമാരൊക്കെ പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണപ്രസാദിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, അവിടെ അങ്ങനെ മുന്നോട്ട് പോകരുതെന്നോ, നമ്മളിവിടെ ബീച്ചിലും ടൂറിസ്റ്റ് സ്പോട്ടിലും ഒക്കെ കാണുന്നത് പോലെ മുന്നറിയിപ്പ്, സുരക്ഷാ ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ നടന്ന് പോകുന്നു, ഒരു റൂട്ട് വഴി നടന്നു പോകുന്നു. അപ്പോൾ തൊട്ട് മുന്നേ പോയ ആള് കുഴിയിൽ വീഴുക, ഐസ് പൊട്ടി, ഐസ് പാളി തകർന്ന് തടാകത്തിലേക്ക് വീഴുക, കുളത്തിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ടാണ് അമ്മയുടെ ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് ബിനു ഓടുന്നത് അയാളെ രക്ഷിക്കാൻ. ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ബിനുവും ഐസ് പാളി തകർന്ന് ആ തടാകത്തിലേക്ക് വീഴുന്നു. അവിടെയാണ് ദുരന്തം എന്ന് പറയുന്നത്. ബിനുവിനെയും ആ യുവാവിനെയും എടുത്തു, രണ്ടുപേരും മരിച്ചു. രണ്ടാമത്തെ മൃതദേഹം കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോ ഒരാളെ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ചത് കൊണ്ട് ബിനുവിന്റെ മരണം ഒരു വീര മൃത്യുവാണ്. ആ വീട്ടുകാർക്ക് അഭിമാനിക്കാം. എങ്കിലും യാത്രകളെ പ്രണയിച്ചിരുന്ന, യാത്രകളെ സ്നേഹിച്ചിരുന്ന, കായിക മേഖലയിൽ തന്റെ സാന്നിധ്യം തെളിയിക്കുകയും ഗ്രാമത്തിലെ, തന്റെ നാട്ടിലെ ഫുട്ബോൾ ക്ലബിലെ സജീവ ഫുട്ബോൾ പ്ലെയറായിരുന്ന ബിനുവിന്റെ മരണം നാടിനെ ഒന്നാകെ നടുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, തന്റെ പ്രദേശത്തെ ജിംനേഷ്യത്തിൽ വളർന്നു വരുന്ന ആളുകളെ ട്രെയിൻ ചെയ്യിക്കുന്ന ജോലി കൂടി ഈ ബിനു ചെയ്തിരുന്നു. അപ്പോൾ നാടിന് അത്രമാത്രം വേണ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, വീടിന് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ വിയോഗത്തിൽ, വീര മൃത്യുവിൽ നമ്മുടെ വാർത്ത അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. ബിനുവിന്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവരുടെ സങ്കടങ്ങൾക്കൊപ്പം ഞങ്ങൾ ചേരുകയാണ്.